മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും പിന്നെ ഒരു യുവതാരവും ഒരു കൊച്ചു താരവും ഇവരെല്ലാവരും ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു സമ്മർ വെക്കേഷൻ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2007 ഏപ്രിൽ കാലഘട്ടം. അന്ന് വിഷുവിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററുകളിൽ എത്തിയ കുറച്ച് സിനിമകൾ, എനിക്കൂടി ഇന്നും ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന കുറച്ച് സിനിമകളുടെ കൂട്ടത്തിലൊരു സിനിമയാണ്. അതിൽ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ഏറ്റില്ല, പക്ഷേ എന്താ പറയുക, കൾട്ട് ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞ പോലെ കൾട്ട് സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് ഇടം നേടിയ ഒരു സിനിമയായിട്ട് അത് മാറി. ഒരുപാട് സിനിമകൾ അതിനുശേഷം, അല്ലെങ്കിൽ ഒരുപാട് സിനിമയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത ഒരു ഇൻസ്പയർ ചെയ്ത ഒരു സിനിമ എന്നൊക്കെ പറയും. അത് മറ്റൊരു സിനിമയല്ല, അത് ബിഗ് ബി ആണ്. ബിഗ് ബി എന്ന് പറയുന്ന സിനിമ അന്ന് വരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും ഒരു കഥ പറച്ചിൽ രീതി ഒക്കെയായിരുന്നു. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ ഒരു ട്രോള് പോലെയാണ് വായിച്ചത്, പക്ഷെ അത് സത്യമാണ്. കാരണം മമ്മൂട്ടി ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമാണ് ആ ഒരു സിനിമയിലുള്ളത് എന്ന് പറയുന്നത്. ശരിയാണ്, പക്ഷെ അതൊരു മോശം കാര്യം അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിലോ അല്ല. ഒരു സ്റ്റൈൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബിലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമൊക്കെ ഇന്നും, പിന്നീട് എത്രയോ കാലം മിമിക്രിക്കാർ വരെ അത് അനുകരിച്ചിട്ട് ബിലാലിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. ബിഗ് ബി എന്നുള്ള സിനിമ അമൽ നീരദ് എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഒരു വരവായിരുന്നു. അദ്ദേഹം ക്യാമറാമാനായിട്ട് അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ മലയാളി പ്രേക്ഷകരെ അമൽ നീരദ് ഫാനാക്കി ആ ഒരു സിനിമയിലൂടെ തന്നെ മാറ്റി. ബിഗ് ബി സിനിമയിലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിൽ ഒരുപാട് താരങ്ങളുണ്ട്. എന്തായാലും ബിഗ് ബി അന്ന് വിഷുവിനെത്തിയ ഒരു പ്രധാനപ്പെട്ട സിനിമ. മറ്റൊരു സിനിമ രാജമാണിക്യം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ഒരു മുൻനിര സംവിധായക സ്ഥാനം നേടിയ അൻവർ ഷീദ് മോഹൻലാലുമായിട്ട് ചെയ്ത സിനിമ ചോട്ടാ മുംബൈ. അതും തല എന്ന് പറയുന്ന ഒരു കഥാപാത്രവും അല്ലെങ്കിൽ അതിലെ പാട്ടുകളൊക്കെ ഇന്നും നമ്മൾ യൂട്യൂബിൽ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന മോഹൻലാൽ സിനിമകളുടെ പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ചോട്ടാ മുംബൈ. അതിൽ മണിക്കുട്ടനുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, സിദ്ദിഖിന്റെ ഒക്കെ പക്ഷെ അത് ശക്തമായിട്ടുള്ള ഹ്യൂമർ കഥാപാത്രമാണ്. കലാഭവൻ മണിയുടെ നടേശൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറയുന്നതൊക്കെ എന്താ പറയുക, പിന്നീട് നമ്മൾ മിമിക്രിക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാനായിട്ട്. ചോട്ടാ മുംബൈയും ആ വർഷം ആ വിഷുവിന് ഇറങ്ങിയ സിനിമ. പിന്നെ സത്യനന്ദിക്കാട് ദിലീപ് കൂട്ടുകെട്ട് ആദ്യമായിട്ട് ഒന്നിച്ച വിനോദയാത്ര. രസാന്തരം എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിനെ വെച്ച് സത്യനന്ദിക്കാട് ചെയ്ത രസാന്തരം സിനിമയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് ഒരു സിനിമ, അത് ദിലീപിനെ വെച്ച് ചെയ്യുന്ന സിനിമ. ദിലീപ് മുകേഷ് കൂട്ടുകെട്ട് നല്ലൊരു കോംബോയാണ് അവരും എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്കിന് ശേഷം ചെയ്യുന്നത്. സത്യനന്ദിക്കാട് മുകേഷ് ഒരു ത്രൂ ഔട്ട് റോൾ കൊടുക്കുന്നത്. അത് മുകേഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അന്ന് ഇന്റർവ്യൂലൊക്കെ, സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ അങ്ങനെ കുറേ ആയി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രസാന്തരത്തിന് ഒരു ഗസ്റ്റ് റോൾ കൊടുത്തു. അത് കഴിഞ്ഞാണ് വിനോദയാത്രയിലേക്ക് കൊണ്ടുവരുന്നത്. അതും ഒരു ഗംഭീര ഒരു കഥാപാത്രം തന്നെയായിരുന്നു മുകേഷിന്റെ. പിന്നെ ഇത്രയും സിനിമകളാണ് പ്രധാനപ്പെട്ട സുപ്രധാന സിനിമകൾ. പിന്നെ ഒന്ന് അതിശയനാണ്. അന്ന് വിനയൻ ബാലതാരത്തെ വെച്ച് മാസ്റ്റർ ദേവദാസ് രാമു എന്ന വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടർ, അദ്ദേഹത്തിന്റെ മകനാണ് ദേവദാസ്. അതിശയൻ എനിക്കൊന്ന് 2006 ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയാണ്. കുറച്ച് കാലം എടുത്തു അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ ചെയ്യണമെങ്കിൽ. ഗോപാലനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ പിന്നീട് പലപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ വിനയം പറഞ്ഞിട്ടുണ്ട് അത് വിചാരിച്ച പോലെ ഒരു സിനിമ ശരിക്കും ചെയ്യാൻ പറ്റില്ല, ഇന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കലി ഗംഭീരമാക്കാമായിരുന്നു എന്ന്. എന്തായാലും ആ സിനിമ അന്ന് തിയേറ്ററുകളിൽ ആ ഒരു വിഷു സീസണാണ് എത്തിയത്. കാവ്യ മാധവനുണ്ട്, ജയസൂര്യ ഉണ്ട്, ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു മാസ്റ്റർ ദേവദാസ് തന്നെയായിരുന്നു അതിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നീട് ആ ഒരു കുട്ടി പിന്നീട് ഒരു സിനിമയും കൂടി ആനന്ദഭൈരവി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വളർന്ന് വലുതായി നായകനായിട്ടൊക്കെ ഒരു സിനിമയും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഭിനയത്തിലോട്ട് വീണ്ടും വരുമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. പിന്നെ ഒന്ന് പന്തേക്കോഴി. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയ്ക്ക് ശേഷം അന്നത്തെ സെൻസേഷനായി മാറിയ യുവതാരം, അന്നത്തെ യുവനടൻ നരേന് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് അവസരങ്ങൾ വന്നു. അതിൽ നരേൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു പന്തേക്കോഴി. നിങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം വേണ്ട എന്ന് വെച്ചാൽ ഞാൻ എവിടെയോ ഒരു വായിച്ചിട്ടാണ്. അന്ന് ബിഗ് ബിയിലും അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു ബാലയുടെ വേഷത്തിന്. പക്ഷെ അദ്ദേഹം ഈ പന്തേക്കോഴി നായകനായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ബിഗ് ബി ചെയ്തില്ല. എന്തായാലും പന്തേക്കോഴിയിൽ MA വേണു എന്ന ഡയറക്ടർ ചെയ്യുന്നു. ലാൽ ക്രിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ. അതിലെ സോങ്സ്, അലക്സ് പോളുടെ സോങ്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റായിരുന്നു. അതും ആ ഒരു വിഷു സീസണിലാണ് തിയേറ്ററിൽ. ഇത്രയും സിനിമകളാണ് അന്ന് ആ ഏപ്രിൽ മാസം വിഷുവിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ വിന്നർ എന്ന് പറയുന്നത് ചോട്ടാ മുംബൈ തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അന്ന് ചോട്ടാ മുംബൈ തൃശ്ശൂർ രാഗം തിയേറ്ററിലും വിനോദയാത്ര ജോസ് തിയേറ്ററിലായിരുന്നു. ഈ ഞാൻ ആദ്യം ചോട്ടാ മുംബൈ കാണിക്കൊണ്ട് രണ്ടും ഒരു ദിവസം തന്നെയാണ് ഇറങ്ങിയത്. ചോട്ടാ മുംബൈ ഇതേപോലെ വിഷുവിന് ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 6, 7 ആ കാലത്ത് ദിവസങ്ങൾ ഏതൊരു ദിവസമാണ്. ചോട്ടാ മുംബൈ കാണാൻ തൃശ്ശൂർ രാഗത്തിൽ പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ വിനോദയാത്രയ്ക്കും വന്നു. എന്നിട്ട് വിനോദയാത്രയ്ക്കും ടിക്കറ്റ് കിട്ടിയില്ല.
അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് ഇതേപോലെ തന്നെ ചോട്ടാമുംബൈ വീണ്ടും കാണാൻ പോകുന്നു. ചോട്ടാമുംബൈ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് വിനോദയാത്ര കാണാൻ പോകുന്നു. വിനോദയാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് വിനോദയാത്ര കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 3-ാം ദിവസം പോയിട്ടാണ് ചോട്ടാമുംബൈ. എനിക്കൊണ്ട് ചോട്ടാമുംബൈ എന്ന് മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു രാവിലെ 9 മണിക്ക്. അന്നൊക്കെ മോർണിംഗ് 9 മണി 12 മണി അങ്ങനെയാണ്. 9 മണി ഷോയാണ് ചോട്ടാമുംബൈ വീണ്ടും കാണാം. അന്ന് ഇന്നത്തെ രാഗം തിയേറ്റർ അല്ല, പഴയ രാഗം തിയേറ്റർ തൃശ്ശൂർക്കാർക്ക് അറിയായിരിക്കും. അന്ന് രാഗം തിയേറ്റർ വലിയ തിയേറ്ററാണ്. അന്ന് ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു 2-3 റോ അന്ന് 16 രൂപയായിരുന്നു ടിക്കറ്റ്. പിന്നെ ബാക്കിലെ റോ അന്ന് ആദ്യം 10.50 ആയിരുന്നു. 10 രൂപ 50 പൈസയ്ക്ക് കാണാം. പിന്നീട് ബാക്കിലെ റോ 16 രൂപ. അത് കഴിഞ്ഞ് പിന്നെ 20 രൂപ. അത് കഴിഞ്ഞ് പിന്നെ ബാൽക്കണി 30. പിന്നെ ബോക്സ് ഉണ്ട് 35-40. എനിക്ക് കറക്റ്റ് എമൗണ്ട് പറയും. എന്തായാലും ചോട്ടാമുംബൈ ഞാൻ അന്ന് കണ്ടത് 16 രൂപയ്ക്കോ 20 രൂപയുടെ ടിക്കറ്റിനാണ്. അതായത് ഏറ്റവും ഫ്രണ്ടിലത്തെ 2 റോ, അതിന്റെ തൊട്ട് ബാക്കിലുള്ള, പിന്നെ അതിന്റെ ബാക്കിലും ഉണ്ട് വേറെ 25 രൂപയൊക്കെ. അതിൽ 16 രൂപയ്ക്ക് എന്തോ ആണ് ഞാൻ അന്ന് കണ്ടത്. ഇത് തന്നെ ജോസ് തിയേറ്ററിലും ഉണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 2-3 റോസ് ജോസ് തിയേറ്ററിലുണ്ട്. ബിഗ് ബി കൈരളി തിയേറ്ററിലാണ് കണ്ടത്. അത് റിലീസ് ദിവസം തന്നെ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. റിലീസ് ദിവസം 2-ാം ദിവസം നല്ല ഹൗസ്ഫുള്ളൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ ലോങ് റണ്ണിൽ അന്ന് സിനിമ, അന്ന് അതിന്റെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആ സിനിമ നഷ്ടമായിരുന്നു. പിന്നീട് അവർ ആ നഷ്ടം നികത്തിയത് എനിക്ക് തോന്നുന്നു ഹലോ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ശേഷമാണ് അതിന്റെ നഷ്ടം നികത്തിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പന്തേ കോഴി അന്ന് ഇതേപോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് പരാജയമായിരുന്നു. തൃശ്ശൂർ ആ സിനിമ ഒരാഴ്ച വൈകിയാണ് ഇറങ്ങിയത്. അന്ന് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ് ഇറങ്ങിയത്. പക്ഷെ ഞാൻ ആ സമയത്ത് റിലീസ് ചെയ്ത സമയത്ത് എറണാകുളത്ത് വന്നപ്പോൾ എറണാകുളം ഷേണായിസ് എന്നാണ് ഞാൻ അന്ന് ആ സിനിമ കാണുന്നത്. അതിലെ പാട്ടുകളൊക്കെ അന്ന് ഓൾറെഡി നല്ല ഹിറ്റ് സോങ്സ് ഒക്കെ ആയിരുന്നു. അതിശയം തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. അതിശയം പക്ഷെ എനിക്ക് തോന്നുന്നത് വലിയ ബഡ്ജറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ സിനിമ അന്ന് വലിയ ലാഭമല്ലായിരുന്നു സിനിമ. എന്തായാലും വിന്നർ അന്ന് ചോട്ടാമുംബൈ, പിന്നെ വിനോദയാത്ര. ഇത് കഴിഞ്ഞ് മെയ് മാസം 2 പ്രധാനപ്പെട്ട സിനിമയും കൂടി ഇറങ്ങിയിരുന്നു. അതിലൊന്ന് ഷാജി കൈലാസ്, സുരേഷ് ഗോപി. അവർ ഓൾറെഡി അന്ന് ടൈഗറും ചിന്താമണിയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ടൈം എന്ന സിനിമ. പിന്നെ ഒന്ന് ബിപിൻ പ്രഭാകർ എന്ന പുതിയ സംവിധായകൻ പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത കാക്കി. ബിപിൻ പ്രഭാകർ രഞ്ജിത്തിന്റെ സഹസംവിധായകനായിരുന്നു. പൃഥ്വിരാജ് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമയായിരുന്നു കാക്കി. അന്ന് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ഒരു മാഗസീനിൽ വായിച്ച ഓർമ്മയുണ്ട്. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് കാക്കി ചെയ്യുന്നു, നരേൻ പന്തേക്കോഴി. അന്ന് പൃഥ്വിരാജിനും നരേനും ഈക്വൽ പ്രതിഫലം, എനിക്ക് 9 ലക്ഷമോ 10 ലക്ഷമോ എന്തോ ആയിരുന്നു. 9 ലക്ഷം തോന്നുന്നു. 9 ലക്ഷം രൂപ രണ്ടുപേർക്കും പ്രതിഫലം എന്നൊരു അനൗൺസ്മെന്റ് ഒക്കെ അന്ന് ഞാനേലോടെ വെള്ളി നക്ഷത്രത്തിലൊക്കെ വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ജയസൂര്യയും ഇന്ദ്രിത്തൊക്കെ അതിന് തൊട്ട് താഴെയായിരുന്നു അവരുടെ പ്രതിഫലം, താരമൂല്യം. കാരണം ഇവർ രണ്ടുപേരാണ് നായകന്മാരായിട്ട് അന്ന് കൂടുതൽ അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്നത്. ഈ കാക്കി എന്ന സിനിമയിൽ നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയാം, അതിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് ബി ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ഈ അടുത്ത് അതിന്റെ ഒരു റീല് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രമിച്ചത്. അതൊന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കിയറിയാം. പക്ഷെ ടൈമും കാക്കിയും അന്ന് ഇനീഷ്യലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2 സിനിമയും വന്ന് തിയേറ്ററിൽ വിജയമായി മാറിയില്ല. എന്തായാലും ഈ ഒരു വെക്കേഷൻ സീസണിൽ വിന്നർ ചോട്ടാമുംബൈ തന്നെയായിരുന്നു. അത് കഴിഞ്ഞാൽ വിനോദയാത്രയായിരുന്നു. പക്ഷെ ബിഗ് ബി പിന്നീട് കൾട്ട് സ്റ്റാറ്റസ് ആയി. എനിക്ക് തോന്നുന്നു ഇന്ന് ചോട്ടാമുംബൈയും വിനോദയാത്രയും പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടൊന്ന് യൂട്യൂബിൽ ഒരു പക്ഷെ ആളുകൾ ബിഗ് ബിയിലെ സീൻസും അതിലെ കഥാപാത്രങ്ങളും കാണുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സിനിമയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുക.